ഹലോ ഗായ്സ്, ഭ്രാന്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗായ്സ്, ഇപ്പം അറിയാലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാലോ. സോഷ്യൽ മീഡിയ മൊത്തം സഞ്ജുവിനെതിരായിട്ട് നിൽക്കുകയാണ്. മൊത്തം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം സഞ്ജുവിന് എതിരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ നോക്കിയപ്പം സഞ്ജുവിൻ്റെ വൈഫ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് എനിക്ക് സഞ്ജുവിനെ കുറിച്ചാണോ പറഞ്ഞത്, എന്നാണ് സഞ്ജുവിന് വേണ്ടിയാണോ, സഞ്ജുവിന് ഒരു അഡ്വൈസ് കൊടുക്കണം എന്താണെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ, അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. ഇതിങ്ങനെയാണ്, നമ്മളിപ്പം അക്സെപ്റ്റ് ചെയ്യണം. നമ്മളിപ്പം തോൽവി നമ്മൾ സമ്മതിക്കണം. തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പം ആർക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെയാണ്, നീ തിരിച്ചു വരും, പൂർണ്ണമായിട്ടും നീ തിരിച്ചു വരും എന്ന് തന്നെയാണ് സഞ്ജു സാംസന്റെ ഭാര്യ ഇട്ട പോസ്റ്റ്. പക്ഷെ അത് ഇപ്പം ഓൺലൈൻ വീഡിയോകൾ മൊത്തം അതിനെ ഏറ്റെടുത്ത് പിടിച്ച് സഞ്ജുവിൻ്റെ വൈഫ് ഒരു സഞ്ജുവിന് എതിരായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ ഇത് എതിരായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. സത്യത്തിൽ അത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആൻഡ് മൂവ് ഓൺ. ഇത്രയേ ഉള്ളൂ പരിപാടി. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. എപ്പോഴും ഒരാൾക്ക് എല്ലാ കാലഘട്ടത്തിലും ജയിച്ചു നിൽക്കാനൊന്നും പറ്റൂല. എപ്പോഴും തോൽവി, ജീവിതത്തിൽ തോൽവി പലപ്പോഴും സംഭവിക്കും. അതേപോലെ ഒരു തോൽവിയാണ് ഈ ന്യൂസിലാൻഡ് പരമ്പര. പൂർണ്ണ തോൽവിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം എന്താണ് നടക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ ലാസ്റ്റ് ഫെയർവെൽ ഗെയിം ആയിരിക്കും സഞ്ജു തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡിൽ കളിച്ചത് എന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താകുമെന്ന് പറഞ്ഞാൽ സൂര്യകുമാറും ടീം മാനേജ്മെന്റും ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായാലും വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷൻ തന്നെ കട്ട ഫോമിൽ ഇരിക്കുകയാണ്. ഇഷാൻ കിഷൻ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. നമ്മൾ മുമ്പ് ഒരു ലോബി എന്നും പറഞ്ഞ്, ലോബിയാണ്, സെലക്ടേഴ്സാണ്, ഗില്ലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സഞ്ജുവിന് അവസരം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞ് നമ്മൾ സഞ്ജുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. സഞ്ജുവിന് വേണ്ടി ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും, അപ്പോഴും സപ്പോർട്ട് ചെയ്യും, എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അത് വേറെ കാര്യം. അല്ല, ഇനി നമുക്ക് പറയാൻ വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ലോബി എന്ന് പറയാനില്ല, ടീം മാനേജ്മെന്റ് പറയാനില്ല, ടീം സെലക്ടേഴ്സിനെ പറയാനില്ല, ഒന്നുമില്ല. അവർ മാക്സിമം അതേ ഓപ്പണിംഗ് സ്പോട്ടിൽ 5 ഇന്നിങ്സ് 5 കളിക്കാൻ കൊടുത്തു, 5 20-20 കളിക്കാൻ കൊടുത്തു. അത് പ്രൂവ് ചെയ്യാൻ പറ്റാതായിപ്പോയി. അത് പറ്റാതായെന്ന് പറഞ്ഞാൽ ഒരു മോശം ഘട്ടം, ഫോമിലില്ലായ്മ ഒരു ഘടകം തന്നെയാണ്. എത്രയൊക്കെ എല്ലാ വലിയ പ്ലേയേഴ്സ് ഈ ഘട്ടം കഴിഞ്ഞ് തന്നെ വന്നത്, എങ്കിലും അതായത് ഇതൊരു വല്ലാത്ത ഘട്ടമായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ അപ് ഡൗൺ ഫോമിൽ നിന്ന് 3 20-20 അടുപ്പിച്ച് സെഞ്ചുറി അടിച്ച് ഫോമിൽ നിന്ന സമയത്ത് അതേ ഓപ്പണിംഗ് സ്പോട്ട് ഗില്ലിന് വേണ്ടി മാറ്റിവെച്ച് സഞ്ജുവിനെ 1 ഡൗൺ ഇറക്കി. അതും പൂർണ്ണ പരാജയമാണ്. ഇതില് സഞ്ജുവിന്റെ പരാജയത്തിൽ പൂർണ്ണമായിട്ട് സഞ്ജു മാത്രമേ ഉത്തരവാദിയുള്ളൂ. ടീം സെലക്ടേഴ്സ് ഉണ്ട്, ടീം മാനേജ്മെന്റ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കട്ട ഫോമിൽ നിൽക്കുന്ന സമയത്ത് സഞ്ജുവിനെ ബെഞ്ചിലിരുത്തി ഇവർ ഗില്ലിന് അവസരം കൊടുത്തു. അപ്പോഴും സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്പോട്ട് ആ സമയത്ത് സഞ്ജു അത്രയ്ക്കും നല്ല ഫോമിലായിട്ട് നിന്ന സമയത്ത് ഇവർ ചെയ്തിട്ടില്ല. ഇനി ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇതാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഇനിയിപ്പം എന്തായാലും 2020 വേൾഡ് കപ്പ് ഫെബ്രുവരി 7-ാം തീയതി USA ഫസ്റ്റ് ഗെയിം കളിക്കാൻ പോകും. അപ്പം അതിൽ ഉണ്ടാവില്ല എന്നൊന്നും ഒന്നും അറിയില്ല. ഉണ്ടാവില്ലെന്ന് തന്നെ 100%, 99% അത് ഉണ്ടാവില്ല. കാരണം ഇഷാൻ കിഷൻ ഇത്ര കട്ട ഫോമിൽ നിൽക്കുന്ന അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ലേ. ഈ വേൾഡ് കപ്പ് പോലെയുള്ള ഒരു വലിയ ഗെയിം വരുമ്പോൾ എന്തായാലും റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് രാജ്യത്തിന് കപ്പാണ് മെയിൻ. നമുക്ക് അതിനപ്പുറമേ ഉള്ളൂ വേറെ എന്ത്. കപ്പും ടീമും കൺട്രിയും നമുക്ക് കപ്പുമാണ് വലുത്. അതിനുപരി ഇവിടെ വേറെ ഫീലിങ്സിനൊന്നും ഒരു ഇടവുമില്ല. ഒരു ഫീലിങ്സ്, ആരുടെ ഫീലിങ്സിനും ഇവിടെ ഒരു ഇടവുമില്ല. ഒരു ഫീലിങ്സിൻ്റെ ഇടവില്ല. പിന്നെ ഈ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് കഴിഞ്ഞു പോകും. ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിപ്പോൾ സഞ്ജുവിന് ഒരു അവസരം കിട്ടി ഒരു 2 സെഞ്ചുറി അടിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ എല്ലാവരും മറന്നു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് മൂവ് ഓൺ, അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആൻഡ് മൂവ് ഓൺ. നല്ല സമയം വരും, ചീത്ത സമയം വരും. ഇപ്പം സഞ്ജു ഒരു ചീത്ത സമയമാണ്, ഫോമിലില്ലായ്മ ചീത്ത സമയമാണ്. പക്ഷെ ഈ സമയം വന്ന സമയമാണ് തെറ്റായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 2020 വേൾഡ് കപ്പ് അടുത്ത സമയത്ത് ജസ്റ്റ് 1 വീക്ക് ഡിഫറൻസിലാണ് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞപ്പോൾ ഇതിനേക്കാളും സഞ്ജു കളിക്കാതിരുന്നെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കാര്യം കളിക്കാതിരുന്നെങ്കിലും 2020 വേൾഡ് കപ്പിൽ അവസരം കിട്ടിയേനെ. ഇതിപ്പോൾ സഞ്ജു കളിച്ചിട്ട് അവസരം കിട്ടാതായത് വല്ലാത്തതായി. എന്താ ചെയ്യാ, ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സഞ്ജു സാംസന്റെ കൂടെയാണ്. നമ്മളിപ്പം പുള്ളി 3 സെഞ്ചുറി അടിച്ചപ്പോൾ പുള്ളി വിജയത്തിലോട്ട് നിന്നപ്പോൾ മാത്രമല്ല നമ്മൾ കൂടെ ഉള്ളൂ. പുള്ളി സങ്കടഘട്ടങ്ങൾ നിൽക്കുമ്പോൾ പുള്ളി ഒരു ബാക്ക് ഡ്രോപ്പായിട്ട് പുള്ളി ഇതായിട്ട് നിന്ന സമയത്ത് നമ്മൾ സഞ്ജു ഫാൻസ്
സഞ്ജുവിന് സപ്പോർട്ടാണ്. കാരണം അതങ്ങനെയാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു കുഞ്ഞു പയ്യെ ഇന്ത്യൻ ടീം 120 കോടി ജനങ്ങൾ കാണുന്ന ഒരു ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് പ്ലെയർ ആവണമെങ്കിൽ അത് ആരെയും തലത്തൊട്ടപ്പന്മാരൊന്നും ഇല്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് വന്ന് സ്വന്തം കഴിവിൽ ഇന്ന് അവിടെ എത്തിയത്. അതുകൊണ്ട് സഞ്ജുവിൻ്റെ പെർഫോമൻസിനൊന്നും ആർക്കും ഒരു കുറ്റവും പറയാനില്ല. ഇതിപ്പം പറ്റിപ്പോയി. ഫോമിലില്ലായ്മ എല്ലാവർക്കും പറ്റും. ഫോമിലില്ലായ്മ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ സഞ്ജു കടന്നു പോകുന്നു. അതാണ് ഇന്നലെ സഞ്ജുവിൻ്റെ ഭാര്യ എന്നിട്ട് ആ സ്റ്റോറിയിൽ ഫുള്ള പറയുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യുക, ആരെടുത്തും ഒരു എക്സ്പ്ലനേഷനും പറയേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മളിപ്പം ഫോം ഔട്ടാണ് എന്നത് നമുക്ക് തന്നെ മനസ്സിലായി. അതിൻ്റെ മൂവ് ഓൺ, ഇത്രയേ ഉള്ളൂ. മുന്നോട്ട് പോവുക. എന്തായാലും സഞ്ജു സാംസൺ തിരിച്ചു വരുമെന്ന് തന്നെ 100% ഞങ്ങളുടെ ആഗ്രഹവും വരും. തീർച്ചയായിട്ടും 100% സഞ്ജു സാംസൺ തിരിച്ചു വരും. പിന്നെ എന്താണ് ഇപ്പം വേൾഡ് കപ്പിൽ നടക്കാൻ പോകണമെന്ന് 7-ാം തീയതി കണ്ടറിയാം. 7-ാം തീയതി എനിക്ക് തോന്നുന്നു 7-ാം തീയതി USA ആയിട്ടുള്ള ഫസ്റ്റ് മാച്ചിൽ അറിയാം എന്താണ് സംഭവിക്കാൻ പോകണമെന്ന്. എന്തായാലും സഞ്ജു കാണാൻ ചാൻസ് ഇല്ല, 100% ചാൻസ് ഇല്ല എന്നാണ് മൊത്തത്തിലുള്ള മാനേജ്മെന്റും ടീമും എല്ലാം അറിയാം. ഇതിനുപരി പക്ഷേ സഞ്ജുവിന് ചാൻസ് കിട്ടി സഞ്ജു പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഈ വന്ന നെഗറ്റീവ് മൊത്തം പോകും. ഇനി കിട്ടുന്ന ചാൻസ് 100% പ്രൂവ് ചെയ്യണം. കാര്യം ഫോമില്ലായ്മ എല്ലാവർക്കും ഒരേപോലെ നടക്കില്ല. ഇത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ ചീത്ത സമയം മാറിയിട്ട് ഇനി ഒരു നല്ലൊരു സമയം വരും, തീർച്ചയായിട്ടും വരും. അതിപ്പം നമ്മൾ 100% ഉറപ്പാണ്, അത് ഗ്യാരണ്ടിയാണ്. നല്ല സമയം വരും. ആ നല്ല സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. എന്തായാലും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ഗൈസ്. എന്തായാലും ഇതിൽ ലോട്ടറി അടിച്ചിങ്ങനെ ഇഷാൻ കിഷനാണ്. പക്ഷെ ചെറുക്കന് കിട്ടിയ അവസരം ചെറുക്കൻ നല്ല പോലെ പെർഫോം ചെയ്തു. ചെറുക്കന് കിട്ടിയത് അത് കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കിപ്പോൾ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയ അവസരം അവൻ 100% പ്രൂവ് ചെയ്തു. കാര്യം സഞ്ജുവിന്റെ നാട്ടിൽ വന്ന് സെഞ്ചുറി അടിച്ച് സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗ് വാങ്ങിച്ചോണ്ട് പോയി. ആലോചിച്ച് നോക്കൂ, ഇതിൽ പരം അവന് കിട്ടുന്ന ക്രെഡിറ്റ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ അത് അവന് മുമ്പ് ബാറ്റ് ചെയ്ത സഞ്ജുവിനും അത് ചെയ്യായിരുന്നു. ഒരു 80 റൺ അടിക്കായിരുന്നു. ഒരു 50 റൺ അടിച്ചാൽ മതിയായിരുന്നു. സഞ്ജു വേൾഡ് കപ്പിൽ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് ആയിട്ട് അവിടെ തന്നെ കാണുമായിരുന്നു. ഇനിയിപ്പം പോയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരാനുള്ള മാച്ചുകളിൽ എന്താവുമെന്ന് നമുക്കറിയാം. പിന്നെ ഇനി സൂര്യകുമാറും ഗൗതം ഗംഭീറും ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗെയിമിൽ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10% ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജുവിന് ലോട്ടറി. ഇല്ലെങ്കിൽ സഞ്ജുവിന് ഇതാണ് ഫെയർവെൽ മത്സരമായിട്ട് നമുക്ക് കണക്കാക്കാം. തിരുവനന്തപുരത്ത് നിന്നാണ്. എന്തായാലും ഇനി എന്ത് തന്നെ നടന്നാലും നമുക്ക് നമ്മുടെ സഞ്ജുവിനൊപ്പമാണ്. സഞ്ജുവിൻ്റെ നല്ല സമയത്തും ചീത്ത സമയത്തും നമ്മൾ സഞ്ജുവിൻ്റെ കൂടെയാണ്. ഞങ്ങളെല്ലാവരും സഞ്ജുവിൻ്റെ കൂടെയാണ്. എന്തായാലും സഞ്ജുവിൻ്റെ കൂടെയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഭ്രാന്തൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരികയാണ്. ബൈ ഫ്രം ഭ്രാന്തൻ.